അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവരും നോൽമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയായിരിക്കില്ലേ? അങ്ങനെ നമ്മുടെ നോൽമ്പും കഴിയാനായില്ലേ? എന്താ പറയല്ലേ, എത്ര പെട്ടെന്നാണ് നോൽമ്പൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ഞാനിതാട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ട് നാശമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനും തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒക്കെ വെള്ളം കുടിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാനൊന്നും നിൽക്കില്ല, പിന്നെ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റാവും. അപ്പോൾ ഞാനിന്ന് നാശമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഈ വെള്ളം ഒക്കെ കുടിക്കുമ്പോഴത്തേന് തന്നെ ആകതാവും. അപ്പോൾ ഞാൻ വെള്ളപ്പയറും കത്തിരിക്കയും കറിയാട്ടോ വെക്കണമെന്ന്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വില കമ്മിയായിട്ട് ഇതേന് വെക്കാൻ വന്നപ്പോൾ 2-3 ചട്ടിയൊക്കെ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ചട്ടി. പിന്നെ നമുക്ക് അടുപ്പിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക, പാകത്തിനുള്ള വലിപ്പത്തിലൊക്കെ വെക്കുമ്പോൾ നല്ല രസമല്ല. അപ്പോൾ വലിയ ചട്ടി ഞാൻ തോനെ വെക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ട് അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. പുതിയ ചട്ടി അപ്പോൾ ഓപ്പണിങ് ഇന്ന് തന്നെ നടത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചീനച്ചട്ടി പോലത്തെ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കത്തിരിക്കയും വറുത്ത് വെള്ളപ്പയറും കത്തിരിക്കയും കറിയാട്ടോ വെച്ചത്. അപ്പോൾ ഇതാ നമ്മൾ അടുപ്പിലായതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ചട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പിൽ വെക്കാനും ഗ്യാസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കത്തിരിക്കയും വെള്ളപ്പയറും അപ്പോൾ അത്താഴത്തിനും ആയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതാ നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളുടെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വെക്കാനും അപ്പോൾ എന്താണ് ഒരു സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്താഴത്തിനുള്ളതും പിന്നെ വെക്കേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറ്റിനുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ നേരത്ത് നമുക്ക് കടന്നതാവണ്ടല്ലോ. പിന്നെ നോക്കുമ്പോൾ നല്ല ഇടിമഴയൊക്കെ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് മഴ പെയ്തില്ല എന്ന് തന്നെ ഉള്ളൂ, പക്ഷെ നല്ല കാറ്റും ഒരു മൂടാപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് മഴ പാറിപ്പോയി. പിന്നെ നമ്മൾ 5 മണിയായാലും നമുക്ക് 6 മണിയായ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട്. ഇപ്പോൾ റെൻഷിമോളും നിൽക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി, പണിയൊക്കെ കഴിഞ്ഞ് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അതാ കുട്ടികളൊക്കെ പിന്നെ ഒരു ഉച്ച കഴിഞ്ഞതും പിന്നെ വെയിൽ കുറച്ചാക്കണ്ടായിരുന്നു. നല്ലൊരു മഴ മൂടാപ്പിൻ്റെ ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഏതോ സ്ഥലത്തേക്ക് നല്ല മഴ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇതാ ലൈന് വീടൊക്കെ ഒഴിഞ്ഞ് കിടക്കട്ടെ, ആരുമില്ല. പിന്നെ ഇന്ന് റോഡ് സൈഡൊക്കെ ഇന്ന് വന്ന ആളുകൾ വൃത്തിയാക്കിയിട്ട് പോയി കേട്ടോ. ഇനി ചാലിയൊക്കെ ഇനി തിങ്കളാഴ്ച വാരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല ഇപ്പോൾ ഒത്തിരി വൃത്തിയായിട്ടുണ്ട്. എന്നാലും നമ്മുടെ തൊടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഇതായി കിടക്കുകയാണ് കേട്ടോ. ഞാനിത്തിരി ഇനിയിപ്പോൾ നമ്മുടെ ഈ ഭാഗം ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ അവർ വന്ന് കനാല് വൃത്തിയാക്കാൻ. ബാക്കിയൊക്കെ നല്ല ഒരു പിന്നെ ഈ നേരത്തെ ഒരു കാലാവസ്ഥയും ഭയങ്കര എന്താ പറയുക, ഒരു 6-7 മണിയായ പോലെയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഒരു ഇതായിരുന്നു. എവിടെക്കോ നല്ല മഴ ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു മയിലിനെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ പിന്നാലെ ഒന്ന് പോയിട്ടോ വീഡിയോ എടുക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ അത് എന്നെ കണ്ടത് അപ്പുറത്തേക്ക് ചാടി നിന്ന്. അപ്പോൾ ഇതിന് വേറെ ഒരു മയിലും കൂടി വന്നു കേട്ടോ. അപ്പോൾ റഹീസിൻ്റെ സൗണ്ട് കേട്ടതും അതും ചാടിപ്പോയി. പിന്നെ 2 ഉണ്ടായിരുന്നു കേട്ടോ, നല്ല പീലിയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല. അപ്പത്തിനൊരു വണ്ടി വന്നപ്പോൾ അതങ്ങനെ പറന്ന് ഇപ്പുറത്തോടെ ഒന്ന് അപ്പുറത്തേക്കും ഒന്ന് ഇപ്പുറത്തേക്കും പോയി കേട്ടോ. ഒന്ന് അപ്പുറത്തേക്കും ഒന്ന് ഇപ്പുറത്തേക്കും പോയി. അപ്പോൾ ഞാൻ റേസ് അതിൻ്റെ പിന്നാലെ പോയി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിനെ കിട്ടിയില്ല കേട്ടോ, ജസ്റ്റ് മിസ്. പിന്നെ നമ്മുടെ ഇവിടെ നിറയെ വേസ്റ്റൊക്കെ ആൾക്കാർ എവിടുന്നോ റോഡിൻ്റെ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വേസ്റ്റ് മുഴുവനും നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആട്ടോ ഇടുന്നു. പിന്നെ ഈ നേരത്തെ നമ്മുടെ തൊടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ മയിൽ കണ്ടില്ലേ, അങ്ങനെ തൊടീൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടോ. പിന്നെ ഇതൊക്കെ കൊടുക്കാനുള്ള സ്ഥലങ്ങളാട്ടോ. പിന്നെ നല്ല വിലയും റേറ്റൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മളിരിക്കണതും ഇപ്പോൾ എത്ര കാലം ഇനി ഇരിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്ര നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ മക്കളൊപ്പം ഉണ്ട് കേട്ടോ വീഡിയോ വോയിസ് കൊടുക്കുമ്പോൾ. പിന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ വേഗം നോമ്പ് തുറക്കാൻ ഒരു 6 മണിയൊക്കെ 6:15 ആയപ്പോൾ ഞാൻ വേഗം പോയിട്ട് വെള്ളമൊക്കെ കലക്കി പിന്നെ ചായക്ക് പാല് കാച്ചാൻ വേണ്ടി നിന്നു. പിന്നെ ഇന്നിപ്പോൾ ഇതന്നെ കേട്ടോ നോമ്പ് തുറക്കാൻ. നോമ്പ് തുറന്നതും വെള്ളം കുടിക്കും, ചായയും പിന്നെ ഇന്നത്തിരി കടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് ഇന്ന് കൂടൊക്കെ ഒന്ന് ഡോറൊക്കെ വെക്കണ തിരക്കിയെന്ന് കേട്ടോ റിയാസ്ക. പിന്നെ നമ്മുടെ പറഞ്ഞില്ല കോഴി 3 എലി കൊണ്ടുപോയി. പിന്നെ ബാക്കി കുറച്ചും ഒരു 5 കൂടി മേടിച്ചു കിട്ടാം. അപ്പോൾ അതുകൾക്ക് കൂടും ഇതൊക്കെ റെഡിയാക്കുമായിരുന്നു. പിന്നെ ഇതാ നോമ്പ് തുറക്കാൻ സമയമാകും തോറും ഒരു വെപ്രാളമാണല്ലേ, വേഗം പങ്ക് കൊടുത്താൽ മതി എന്ന് തോന്നിപ്പോകും കേട്ടോ ചില സമയത്തൊക്കെ. പിന്നെ അങ്ങനെ ഇതാ ഞാൻ വെള്ളമൊക്കെ കലക്കി പാല് ചായയൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഇതാ കഞ്ഞി റെഡിയാക്കി. പിന്നെ ഇതാ കടിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. പിന്നെ അങ്ങനെ വാങ്ങ് കൊടുത്തു, നോമ്പ് തുറന്നു. ഞാൻ വേഗം നിസ്കരിക്കാൻ പോയി കേട്ടോ. നിസ്കരിച്ച് ഇനി വന്ന് കുറേ കഴിഞ്ഞിട്ട് തന്നെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ.
ചിലപ്പം കഴിക്കും, വിശന്നാൽ കഴിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെള്ളമൊക്കെ കുടിച്ചാലേ മധുരമൊക്കെ കഴിച്ചാലേ കണ്ട് പിന്നെ ഗുളികയൊക്കെ കഴിക്കും. പിന്നെ 2 ദിവസം അലക്കാത്തതുകൊണ്ട് ഒരുപ്പെട്ടതുണ്ടായിരുന്നു കേട്ടോ. തുണികളൊക്കെ മൊത്തം ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അലക്കിയിട്ട്. ഇന്ന് ഞാൻ അലക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ തന്നെ ഒരു ലോഡ് അലക്കിയ കാരണം ബാക്കി പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മക്കളെ നോമ്പൊക്കെ തുറന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടൊക്കെ ചെയ്ത് ഇനി ഫുഡ് ഇനിയിപ്പോൾ നോമ്പ് തുറന്നില്ല, കഴിച്ചിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ചോറും ഇതൊക്കെ തന്നെ. പിന്നെ വെള്ളം കഞ്ഞിയും ഒക്കെ കുടിച്ചപ്പോൾ കടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് നേരം ദിക്റെടുക്കാം. പിന്നെന്താ, ചിലപ്പം കഴിച്ചാൽ കഴിക്കില്ലെങ്കിൽ പിന്നെ അത്താഴത്തിന് എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയൊക്കെ ഒപ്പിച്ച് കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ നോമ്പ് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടിപ്പത്തും വാലിപ്പത്ത് എന്നൊക്കെ പറയും, വയസ്സം പത്ത് എന്നൊക്കെ പറയും. നമ്മുടെ റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, ഇനി നരകമോചനത്തിൻ്റെ 10 നോമ്പാണ് അല്ലേ. പഠിച്ചാൽ ഇതും കൂടി എടുക്കാൻ എല്ലാവർക്കും എല്ലാം കിട്ടാൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞു, വെള്ളം കുടിച്ചു കൂട്ടാണ്. ഇനി കഴിയുന്നതിൽ കഴിക്കും, പറ്റിയാൽ ചിലപ്പോൾ കഴിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോക്ക് ഞാൻ ആവുമ്പോഴൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. നാളെ നല്ല ഇൻഷാ അല്ലാഹ് വരാം. അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.